ഹലോ മക്കളെ, വെൽക്കം ടു ഐൻസ് ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിലെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ നീറ്റ് ആസ്പിരൻസും JEE ആസ്പിരൻസും അടിപൊളിയായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പോകണം. ദാ നോക്കിക്കോ, ബോർഡിൽ നിങ്ങൾക്ക് കാണാം. എ വീൽ ഹാവിംഗ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. എ വീൽ ഹാവിംഗ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ I ആണ്. ഈസ് 2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. അപ്പൊ I ഈക്വൽ ടു 2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും മക്കളെ. വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ്, നിങ്ങൾ കാണുമ്പോൾ വീല് കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ ഇനിഷ്യലി കാണുമ്പോൾ, നിങ്ങൾ ആദ്യം കാണുമ്പോൾ വീല് കറങ്ങുകയാണെങ്കിൽ ആ സമയത്തുള്ള സ്പീഡിനെ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കണം. അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ 9ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് U ആണ് ഇനിഷ്യൽ വെലോസിറ്റി. പക്ഷേ റൊട്ടേഷണൽ മോഷനിൽ U അല്ല, ω0 ആണ് ഇനിഷ്യൽ വെലോസിറ്റി. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? ω0. അത് എത്രയെന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 60 RPM. ഇതിലെ R എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2π, അതായത് 180 ഡിഗ്രി തിരിയുന്നത്. അപ്പോൾ ഈ ആറിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 60 ഇൻറ്റു ഈ ആറിന്റെ സ്ഥാനത്ത് നിങ്ങൾ 2π ഇടണം. അപ്പൊ അത് റാഡിലോട്ട് കൺവേർട്ട് ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കണേ. ആറിന്റെ ആർ എന്ന് പറഞ്ഞാൽ എന്തോന്ന്? ആർ എന്ന് പറഞ്ഞാൽ എന്തോ? ഇതാണ് റൊട്ടേഷൻ ആണ് മക്കളെ. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2π റാഡ്. ആറിന് പകരം 2π റാഡ് കൊടുക്കുക. ഈ P എന്ന് പറഞ്ഞാൽ per ഡിവൈഡഡ് ബൈ എന്നാണ്. M എന്ന് പറഞ്ഞാൽ മിനിറ്റ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് എന്ന് എല്ലാവർക്കും അറിയാം. 60 സെക്കൻഡ് മക്കളെ. ഒന്ന് നക്നോച്ച് അടിച്ച് കളാ, ബ്ലിങ്കിക്കളാ, കട്ട് ചെയ്ത് കളാ. ബാക്കി എന്ത് കിട്ടും? ഇനിഷ്യൽ വെലോസിറ്റി ω0 ഈക്വൽ എത്ര കിട്ടുന്നത് നോക്കിയേ. എത്ര കിട്ടും നിങ്ങൾക്ക്? 2π റാഡ് പെർ സെക്കൻഡ് എന്നിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവാ. എ വീൽ ഹാവിംഗ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 ആൻഡ് ഇറ്റ് റൊട്ടേറ്റിംഗ്. അതായത് ആദ്യമേ അത് റൊട്ടേറ്റ് ആണ്. ഇനിഷ്യലി അത് റൊട്ടേറ്റ് ആണ് വിത്ത് ദ സ്പീഡ് ഓഫ് എത്ര അടുപ്പ്? 2π റാഡ് പെർ സെക്കൻഡ്. 60 RPM നമ്മൾ എന്താക്കി മാറ്റി? 2π റാഡ് പെർ സെക്കൻഡ് ആക്കി മാറ്റി. കാണേണ്ടത് ടോർക്ക് വിച്ച് ക്യാൻ സ്റ്റോപ്പ് ദ വീൽ. എന്താ കാണേണ്ടത്? ടോർക്ക് ആണ് കാണേണ്ടത്. അപ്പൊ ടോ ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ടോർക്ക് വിച്ച് ക്യാൻ സ്റ്റോപ്പ് ദ വീൽ. വീലിനെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫൈനലി വീല് റെസ്റ്റിൽ നിൽക്കുക. ഫൈനലി വീല് റെസ്റ്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വീലിന്റെ ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്തുവാ? ഫൈനൽ വെലോസിറ്റിയെ ക്യാപിറ്റൽ ലെറ്റർ V ഇട്ടാണ് നമ്മൾ 9ാം ക്ലാസ് മുതൽ റെപ്രസെന്റ് ചെയ്യുക. പക്ഷേ റൊട്ടേഷണൽ മോഷനിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ V അല്ല, ω_t ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് 0 കൊടുത്തേ? സ്റ്റോപ്പ് ചെയ്യാനടേ. വീലിനെ സ്റ്റോപ്പ് ചെയ്യാണ്. വീലിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോർക്ക് എത്ര? കത്തിയല്ലോ സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യും. ടോർക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യയും വരുന്ന ഒരു ഫോർമുലയുണ്ട്. അറിഞ്ഞുകൂടാത്ത എല്ലാവരും എഴുതി വെച്ചോ. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഫോർമുല ഇതാണ്, നോക്കിക്കോ. ടോ ഈക്വൽ ടു ടോർക്ക്, ടോ ഈക്വൽ ടു I ഇൻറ്റു ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ. നമ്മൾ ഓടി സ്പീഡ് കൂടി പോവാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കാണും. ഫാന് കിടന്ന് കറങ്ങുമ്പോൾ 1 എന്ന് പറയുന്ന സ്പീഡിലിട്ട് കിടന്ന് കറങ്ങുന്ന ഈ ഫാനിന്റെ സ്പീഡ് കൂട്ടിയാൽ ഇങ്ങനെ കിടന്ന് സ്പീഡ് കൂടിയാൽ ആംഗുലാർ ആക്സിലറേഷൻ, അതാണ് ആൽഫ. ഓക്കെ അല്ലേ മക്കളെ? ഐയുടെ പ്ലേസിൽ ഐയുടെ വാല്യൂ ടോ ഈക്വൽ ടു 2. ആൽഫ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈക്വൽ ആണ്. ആക്സിലറേഷന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. ആക്സിലറേഷന്റെ ഫോർമുല എന്തുവാ? ഇത് ഐയുടെ പ്ലേസിലാണ് ഞാൻ ഈ 2 വെച്ചത്. ആക്സിലറേഷന്റെ ഫോർമുല എന്തുവാ? ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഫോർമുല 9ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. V−u/t എന്ന് ആക്സിലറേഷന്റെ ഫോർമുല പഠിക്കുന്നുണ്ട്. V−u/t ആണ് ആക്സിലറേഷന്റെ ഫോർമുല. 9ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് V−u/t. പക്ഷെ നമുക്ക് അതിലൊരു മോഡിഫിക്കേഷൻ വരണം. നമ്മൾ എന്ത് മോഡിഫിക്കേഷനാ വരുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ Vക്ക് പകരം ω_t മൈനസ് യുവിന് പകരം ω0 ഡിവൈഡഡ് ബൈ t. മക്കളെ, എല്ലാം ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ടോ ഈക്വൽ ടു 2 ഇൻറ്റു
ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ദാണ്ടെ 0. ഓക്കെ, മൈനസ് ഒമേഗ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി. എത്രയാണ് അതിന്റെ വാല്യൂ? എത്ര? 2π എന്ന് പറയുന്ന നമ്പർ മാത്രം എടുത്താൽ 2π ഡിവൈഡഡ് ബൈ ടൈം ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നോക്കണം. മക്കളെ നോക്കിയേ, ക്വസ്റ്റ്യൻ നല്ലപോലെ നോക്കിയേ. ക്വസ്റ്റ്യനകത്ത് അടിപൊളിയായിട്ട് ടൈം അവിടെ പറഞ്ഞിട്ടുണ്ട്. ടോർക്ക് വിച്ച് ക്യാൻ സ്റ്റോപ്പ് ദ വീൽ ഇൻ 1 minute. ടൈമിന്റെ സ്ഥാനത്ത് 1 minute കൂടെ, അതായത് 60 സെക്കൻഡ്. 1 minute അത് 1.60 സെക്കൻഡ്. ഇതെല്ലാം കൂടി സോൾവ് ചെയ്യുമ്പോൾ മക്കളെ ടോ ഈക്വൽ ടു 2 into -2π ഡിവൈഡഡ് ബൈ 60 എന്ന് കിട്ടും. ആൻസർ എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യ്. ആൻസർ എന്ത് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യ്. അടിപൊളിയല്ലേ? കിടിലോ അല്ലേ? അതാണ് ആൻസർ. കിട്ടിയോ? ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. എന്തിനാണ് ഇപ്പൊ ഈ വാട്ടർ ബോട്ടിലുമായിട്ട് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. എ സ്ട്രിംഗ് ഈസ് wound around the rim of mounted flywheel of mass 20 kilogram and radius 20 centimeter. അതൊന്ന് ക്ലിയർ ആക്കിട്ടെ. മാസ് 20 കിലോഗ്രാമും പിന്നെ ഫ്ലൈവീലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്ററിനെ മാറ്റണം. സെന്റിമീറ്ററിനെ മാറ്റി നമ്മൾ മീറ്ററിലോട്ട് അയക്കണ്ടോ? സെന്റിമീറ്ററിനെ മാറ്റി 10⁻² വേണം. ബോട്ടിലിന്റെ ആവശ്യം ഇതുവരെ വന്നില്ല, ഇനിയിപ്പോ വരും ഗൈസ്. എ സ്റ്റഡി പുൾ ഓഫ് 25 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ദ കാർഡ്. എന്ന് വെച്ചാൽ എന്തായാലും 25 ന്യൂട്ടൺ എന്നൊക്കെ കാണുമ്പോൾ മക്കളെ അത് ഫോഴ്സ് ആണ്. 25 ന്യൂട്ടൺ. ഓക്കെ, നെഗ്ലക്ട് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. അതെന്തും ആയിക്കോട്ടെ. ദ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദ വീൽ ഈസ് ഡാഷ്. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ. നേരത്തെ ഞാൻ ഇവിടെ കറങ്ങി കാണിച്ചതാണ്. നമ്മൾ ഓടിക്കൂടി സ്പീഡ് കൂട്ടി ഓടിയാൽ ആക്സിലറേഷൻ. ഫാനിന്റെ സ്പീഡ് ഇങ്ങനെ കൂട്ടി വന്നാൽ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫയാണ് കാണേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇനി ഇവിടെ നോക്കിക്കോ. ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽ എന്ന് വിചാരിച്ചോ. എന്തോന്നാണിത്? ഫ്ലൈ വീൽ ആണെന്ന് വിചാരിക്കണം. വീൽ ഒരു ഡിസ്ക് ആണ് ഈ സാധനം എന്ന് വിചാരിക്കണം. ഇതിന് ഒരിടത്ത് ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. ഇതിങ്ങനെ കറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ ആണോ? ഇതിൽ കുറേ ചരട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ചരടുണ്ടെന്ന് വിചാരിച്ചോ. ഈ ചരടിൽ പിടിച്ചോ ഒരൊറ്റ വലി താഴോട്ട്. അപ്പൊ ഇത് കിടന്ന് കറങ്ങൂലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതിൽ കുറേ ചരട് ചുറ്റി വെച്ചിട്ട് ഇതിൽ ഒരു ചരടിന്റെ എൻഡിൽ പിടിച്ച് ഒരൊറ്റ വലി. ആ വലിച്ച ഫോഴ്സ് ആണ് ഈ 25 ന്യൂട്ടൺ. അപ്പം ഇത് കിടന്ന് ഇങ്ങനെ കുടുകുടുകുടുകാന്ന് കിടന്ന് എന്ത് ചെയ്യും? കറങ്ങും. ആ കറങ്ങുമ്പോഴുള്ള ആംഗുലാർ ആക്സിലറേഷൻ എന്തോ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഇവിടെ വീണ്ടും ഞാൻ പറയാണ്, ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചുള്ളൂ. ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഇതിൽ ആൽഫയാണ് കാണേണ്ടത്. ആൽഫ ഈസ് ഈക്വൽ ടു ടോർക്ക് ഡിവൈഡഡ് ബൈ ഐ. ടോർക്ക് ഡിവൈഡഡ് ബൈ ഐ. ആൽഫ ഈക്വൽ ടു ടോർക്ക് ഡിവൈഡഡ് ബൈ ഐ. മക്കളെ, 2 ഉണ്ടകൾ ഞാൻ ഇവിടെയാണ്. ഒന്നാമത്തെ ഉണ്ട ഐക്ക്. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ മക്കളെ ഡിസ്ക് ആണ്. അതിങ്ങനെയാണ് കിടന്ന് കറങ്ങുന്നത്. ഇതാണ് ആക്സിസ്. ഈ ആക്സിസിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. ഒരു ഡിസ്കിന്റെ ഈ ആക്സിസ് കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐക്ക് ഒരു ഫോർമുല ഉണ്ട്. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് മക്കളെ എത്രയാണ്? mr²/2 ആണ്. അതാണ് ഐയുടെ വാല്യൂ. മറന്നു പോകരുത്, mr²/2. അപ്പൊ ഈ വാല്യൂ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഉണ്ട ഇടുന്നത് ടോർക്കിനാണ്. ടോർക്കിന് വേറൊരു ഫോർമുലയുണ്ട്. ടോർക്കിന്റെ വേറൊരു ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. അപ്പൊ എഴുതി പോയി. ടോർക്കിന്റെ മറ്റൊരു ഫോർമുലയാണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. എന്തുവാണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ഞാൻ ഇവിടെ എഴുതാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. മക്കളെ, നിങ്ങളൊരു കഥ ആലോചിച്ച് നോക്കിയേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞ സ്റ്റോറി എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്ലൈ വീലുണ്ട്, കുറെ ചരടുകൾ ചുറ്റി വെച്ചിട്ടുണ്ട്. ചരടിന്റെ എൻഡിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പൊ ഇതാണ് ഫോഴ്സ്. ഇത് ഫോഴ്സ്. കണ്ടാടെ, ഫോഴ്സ് ഈ പേനയാണെന്ന് വിചാരിച്ചോ. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ കാണുന്നതിന് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. അതാ, ഇതാണ് ഫ്ലൈ വീൽ എന്ന് വിചാരിച്ചോ മക്കളെ. അപ്പൊ ഇതാണ് ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സിലേക്ക് വരുന്ന പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് അപ് ടു ദ സെന്റർ മക്കളെ, ദാറ്റ് വിൽ ബി റേഡിയസ്. പിടികിട്ടിയോ? അപ്പം ടോർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ഈ യെല്ലോ കളറിൽ ഇപ്പൊ വൈറ്റ് ആയി. ഈ ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് അപ് ടു ദ സെന്റർ എന്തുവാണ്? റേഡിയസ്. അപ്പൊ എന്ത് വരും? F ഇൻറ്റു ആർ എന്ന് വരും. ആരുടെ വില? ടോയുടെ വില. ഈ 2 വാല്യൂസ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാണ് മക്കളെ. നോക്കിക്കോ. ആൽഫ ഈക്വൽ ടു
FR divided by ഐയുടെ പ്ലേസിൽ ദാണ്ടെ നോക്കൂ MR square by 2. MR square by 2 2 മുകളിൽ പോവും മക്കളെ, M താഴെ നിൽക്കും, R സ്ക്വയറും താഴെ നിൽക്കും, R ബ്ലിങ്കി. ആൽഫ ഈക്വൽ ടു 2F divided by MR square. എല്ലാ വാല്യൂസും ഉണ്ട്. F ഉണ്ട്, M ഉണ്ട്, R ഉണ്ട്. അങ്ങോട്ട് ചെയ്ത് നോക്കണം. ഓപ്ഷൻ എന്ത് കിട്ടിയെന്ന് കമന്റ് ചെയ്യും. സെറ്റ് അല്ലേ? അതും ഓപ്ഷൻ 3 തന്നെയാണ് കിട്ടിയത് അല്ലേ? സെറ്റ്. ഈ വീഡിയോസ് ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സിന് അങ്ങോട്ട് ഷെയർ ചെയ്യും. നീറ്റ് JEE എഴുതാൻ പോകുന്ന പിള്ളേർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണത്. സെറ്റ് അല്ലേ മക്കളെ? കമന്റ്. അടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അങ്ങോട്ട് നോട്ട് എഴുതി പഠിക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എല്ലാണ്. ഇതുവരെ അറിഞ്ഞുകൂടാത്തവർ ഇപ്പൊ പഠിക്കണം. ക്യാപിറ്റൽ ലെറ്റർ എല്ലാണ് ആംഗുലാർ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. പിന്നെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ മക്കളെ I omega, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? സ്പാനിനൊക്കെ ഉള്ള സ്പീഡാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തുള്ള സ്പീഡാണ്. അതാണ് ഒമേഗ. I ഒമേഗ. ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഫോർമുല. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഒന്ന് ഹെഡിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ എഴുതിക്കോ L ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് മക്കളെ. ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അതായത് എല്ലിന്റെ സ്ഥാനത്ത് നമുക്ക് ഈ വാല്യൂ കൊടുത്താൽ മക്കളെ I ഒമേഗ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കിടുക്കാച്ച് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഇഫ് എർത്ത് വെയർ സഡൻലി കോൺട്രാസ്റ്റ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് പ്രസന്റ് റേഡിയസ്. ആദ്യമുള്ള റേഡിയസിൽ നിന്നും എർത്ത് നേരെ പകുതിയായി കുറയുന്നു. എർത്തിന് 2 സിറ്റുവേഷൻസ് അപ്പോൾ ഉണ്ട്. ആദ്യത്തെ റേഡിയസ് R1 ആണെങ്കിൽ രണ്ടാമത്തെ റേഡിയസ് R2 ആണ്. എർത്ത് അപ്പോൾ എന്ത് ചെയ്യുന്നു? പകുതിയായി കുറയുമ്പോൾ R2 ഈക്വൽ എന്തെന്ന് എഴുതണം? കമന്റ് എന്ത് ചെയ്യണം? R1/2. ആദ്യം R1 ഷ്രിങ്ക് ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ റേഡിയസ് R2 ഈക്വൽ എന്തെന്ന് എടുക്കണം? R1/2 എന്ന് എടുക്കണം. സെറ്റ് അല്ലേ മക്കളെ? ഇവിടെ നോക്കിക്കോ, 2 സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് I1 ഒമേഗ 1 ഈക്വൽ, ഇത് I1 ആണ് മക്കളെ. ഇവിടെ ശ്രദ്ധിച്ചോളെ, ഇവിടെ I1 ആണ്. I1 ഒമേഗ 1 ഈക്വൽ ടു I2 ഒമേഗ 2 എന്ന് അടിച്ച് പൊളിച്ച് എഴുതാം. നമുക്ക് സെറ്റ് ആയിട്ട് എഴുതാം മക്കളെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളെ, എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിച്ചോളെ, എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സ്പിയർ ആണ്. ഷോർട്ട് പുട്ടിനെ പോലെയാണ്, ഫുട്ബോളിനെ പോലെ അകം പൊള്ളയല്ല. സോളിഡ് അല്ലടേ, സോളിഡ് സ്പിയർ. സോളിഡ് സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ഡയമീറ്റർ. ഗ്ലോബ് കണ്ടിട്ടുണ്ടല്ലോ, ഗ്ലോബിൽ ഇങ്ങനെ ഒരു ആക്സിസ് നിങ്ങൾക്ക് കാണാം, എർത്ത് കറങ്ങുന്നത് അങ്ങനെയാ. അപ്പൊ സോളിഡ് സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ, അതായത് ഐയുടെ സ്ഥാനത്ത് നമ്മൾ 2/5 MR1 സ്ക്വയർ എന്ന് എഴുതും. ഐയുടെ സ്ഥാനത്ത് I1 ആയതുകൊണ്ടാണ് R1 സ്ക്വയർ എന്ന് ഞാൻ എഴുതിയത്. അടുത്ത ഒമേഗ 1 അതുപോലെ ഞാൻ ഇടും, ഈക്വൽ ടു അങ്ങോട്ട് ഇടും. I2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സിറ്റുവേഷൻസിലും എർത്ത് ചുരുങ്ങിയിരിക്കുക, എർത്ത് സോളിഡ് സ്പിയർ തന്നെയാണ്. വീണ്ടും നമ്മൾ എന്ത് എഴുതണം? അവിടെ 2/5 അവിടെ കൊടുക്കണം. പിടികിട്ടിയോ? മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ സ്ഥാനത്ത് അതിന്റെ ഫോർമുല കൊടുക്കണം. സോളിഡ് സ്പിയർ ആയിട്ടുള്ള എർത്താണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര ആയിരിക്കും? 2/5 M രണ്ടാമത്തെ റേഡിയസിന്റെ സ്ക്വയർ. ഓക്കെ, ഇത് I2ന്റെ പ്ലേസിൽ കൊടുത്തതാ. അതിനുശേഷം ഒമേഗ 2 എന്ന് ഞാൻ അങ്ങോട്ട് ഇടും. അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലുള്ള 2/5 ക്യാൻസൽ. പലർക്കും ഡൗട്ട് ഉണ്ട്, എന്തുകൊണ്ട് M1 എന്നിട്ടില്ല, ഇവിടെ M2 എന്നിട്ടില്ല. മക്കളെ, ആ ഡൗട്ട് ഇപ്പൊ തീർത്ത് തരാം. എർത്ത് എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് ആണെന്ന് വിചാരിച്ചേ. സ്പോഞ്ച് കോൺട്രാസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചുരുങ്ങുമ്പോൾ ഒന്നും അടർന്നു പോകത്തില്ല, മാസിന് വ്യത്യാസം വരത്തില്ല. ഷ്രിങ്കിങ് ആണ്, ചുരുങ്ങുകയാണ്, ഒന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ 2 സിറ്റുവേഷൻസിലും മാസ് സെയിം ആയതുകൊണ്ടാണ് ഇതിനിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? R1 സ്ക്വയർ ഒമേഗ 1 ഈക്വൽ ടു പറഞ്ഞോ R2 സ്ക്വയർ ഒമേഗ 2 എന്ന് എഴുതാം. വീണ്ടും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ആദ്യത്തെ റേഡിയസ് R1 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് രണ്ടാമത്തെ റേഡിയസ്. അതായത് R2ന്റെ സ്ഥാനത്ത് R1/2 എന്ന് കൊടുക്കാം. നോക്കിക്കോ, R1 സ്ക്വയർ ഒമേഗ 1 ഈക്വൽ ടു R2ന്റെ സ്ഥാനത്ത് R1/2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം, ഒമേഗ 2.
മറന്നു പോകരുത്. ആദ്യത്തെ റേഡിയസ് R1 ആണെങ്കിൽ അതിന്റെ നേർ പകുതിയാണ് രണ്ടാമത്തെ റേഡിയസ് R2 ഈക്വൽ ടു R1/2. അടുത്ത സ്റ്റെപ്പില് R1 സ്ക്വയർ ω1 ഈക്വൽ ടു R1 സ്ക്വയർ ബൈ 4 ω2 എന്ന് വരും. അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ മക്കളെ നമുക്ക് ആരെയൊക്കെയോ ഇവിടെ ബ്ലിങ്കി കളയാം. ബ്ലിങ്കി അടിച്ചു പോയി ഗൈസ്. പിന്നെന്താ ഉള്ളേ? ω1 ഈക്വൽ ടു ω2/4 എന്ന് വരും. നമുക്ക് കാണേണ്ടത് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കണം. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഞാൻ വായിച്ചു തരാം. ക്വസ്റ്റ്യൻ നേരെ വായിച്ചു നോക്കണം. ബൈ വാട്ട് ഡ്യൂറേഷൻ ഡേ വിൽ ഡിക്രീസസ്, അതായത് ഡ്യൂറേഷൻ ഓഫ് ദ ഡേ. ആദ്യം എർത്ത് ഒറിജിനൽ റേഡിയസിൽ എർത്തിന്റെ ഡ്യൂറേഷൻ, ഒരു പ്രാവശ്യം എർത്ത് തിരിയാനെടുക്കുന്ന സമയം 24 hours ആയിരിക്കും. അതായത് ഈ സമയം ഇവിടെ ഉള്ള ടൈം T1 ഈക്വൽ ടു 24 hours എന്ന് എടുക്കാം. പിടിയിട്ടോ? ആദ്യത്തെ കേസിൽ ഫുൾ എർത്ത് ഉണ്ടേ, ഒരു പ്രാവശ്യം കറങ്ങാൻ 24 hours. നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഒമേഗയ്ക്ക് പകരം ടൈം പീരീഡിന്റെ ഫോർമുല കൊണ്ടുവരണം. അറിഞ്ഞുകൂടാത്തവർ എഴുതി വെച്ചോ. ഒമേഗ ആംഗുലാർ വെലോസിറ്റി ആണ്, ടൈം പീരീഡും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അറിഞ്ഞുകൂടാത്തവർ എഴുതിക്കോ. ഒമേഗയ്ക്ക് പകരം 2π ടൈം പീരീഡ്. ഒമേഗ ഈക്വൽ ടു 2π ടൈം പീരീഡ്. ഇവിടെ ω1 ആയതുകൊണ്ട് T1 എന്ന് കൊടുക്കും. ഈക്വൽ ടു ഇവിടെ ഉണ്ട്, ഇവിടെയും ഉണ്ട്. ω2 പകരം മക്കളെ 2π ഡിവൈഡഡ് ബൈ അവിടത്തെ ടൈം പീരീഡ് T2. ω2 പകരം 2π T2. ഇവിടെ ഉള്ള 4 അതുപോലെ സൈഡിൽ ഞാൻ എഴുതും മക്കളെ. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പകത്തും ഇപ്പകത്തും ഒരുപോലുള്ള 2π ബ്ലിങ്കും ഗൈസ്. സെറ്റല്ലേ മക്കളെ? ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. 1/T1 1/4 T2 രണ്ടും തിരിച്ചിട. T1 ഈക്വൽ ടു, പിടിയിട്ടോ, രണ്ടും ഇങ്ങനെ തിരിച്ചിടുന്നതാണ് 4 T2. ഓക്കെ, T1ന്റെ വാല്യൂ എത്രയാ? ദാണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. T1ന്റെ വാല്യൂ 24 hours. ആദ്യം ഫുൾ എർത്ത് ഉണ്ട്, അത് ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയം, ഡേയുടെ ഡ്യൂറേഷൻ 24 hours. അപ്പോ T1ന്റെ സ്ഥാനത്ത് 24 ഈക്വൽ ടു 4 T2. അപ്പൊ T2 ഈക്വൽ എന്താ വരുന്നത്? 24 ഡിവൈഡഡ് ബൈ 4. ഇതിന്റെ ആൻസർ എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തായിരുന്നോ? ആൻസർ 6 hours. സോ യുവർ ആൻസർ വിൽ ബി 6 hours. ഇത്രയേ ഉള്ളൂ. റൊട്ടേഷണൽ മോഷൻ ഈസ് എ വെരി സിമ്പിൾ ചാപ്റ്റർ എന്നേ ഞാൻ പറയുള്ളൂ. അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. സോ എല്ലാ നീറ്റ് ആസ്പിരൻസിനും, നിങ്ങളുടെ JEE ആസ്പിരൻസിനും നമ്മുടെ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്യുക. സെറ്റല്ലേ മക്കളെ?